ഹലോ സർ, ഇത് ഞാനാണ്. ഞാനെന്ന് പറഞ്ഞ സുകന്യ. സുകന്യ, നിന്റെ കാര്യം ഇപ്പൊ ഓർത്തതേ ഉള്ളൂ. എന്താ കുട്ടി? സർ, എന്താ പറയൂ. എനിക്ക് സാറിനെ ഒന്ന് കാണണം. അതിനെന്താ, കാണാലോ. ഞാനും കുട്ടിയെ ഒന്ന് കാണാതിരിക്കായിരുന്നു. എന്നാ വൈകണ്ട, ഇപ്പൊ തന്നെ ആയിക്കോട്ടെ. ഞാൻ ഹർഷനെ വിളിച്ച് പറയാം. പിന്നെ ഇവിടെ വേണ്ട, നമ്മൾ ആദ്യം കണ്ടുമുട്ടിയ സൂര്യഗിരിയില്ലേ, അവിടെ തന്നെ ആയിക്കോട്ടെ. എന്താ? മിസ്റ്റർ ഋഷികേശ് സർ, തലയ്ക്ക് പിടിച്ച രാഷ്ട്രീയ തിരക്കിനിടയിൽ അല്പസ്വല്പ സ്വകാര്യതകളൊക്കെ ഉണ്ടാവും. തന്നെ പോലെ ഞാനും ഒരു അവിവാഹിതനാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ എന്നെ ഒരു സുഹൃത്തായി മാത്രം കണ്ടാൽ മതി. അത്രേ ഉള്ളൂ സർ. ചാർജ് എടുക്കുമ്പോൾ തന്നെ സാറിനോട് ഞാൻ പറഞ്ഞു ഓർക്കണില്ലേ, ആ DGPയുടെ വലിയ കസേര. അവരിങ്ങോട്ട് വരുമ്പോൾ ഒരു റോയൽ റിസപ്ഷൻ തന്നെ കൊടുത്തേക്ക്. ഓ, IPS കാവലിലുള്ള ചുറ്റിക്കളിയല്ലേ, പകിട്ട് കുറയ്ക്കണ്ട സാർ. മേഡം, വാ ചെല്ല. എടോ, ഇത് താൻ കരുതുന്ന പോലുള്ള പാർട്ടിയൊന്നും അല്ല, നമ്മുടെ സ്വന്തം ആളാ. അഖിലേന്ത്യാ സെക്രട്ടറി പദവി കിട്ടിയത് പിന്നെ മനസ്സിന്റെ ടെൻഷൻ ഒന്ന് മാറിക്കിട്ടിയത് നിന്നെ കണ്ടത് പിന്നെ. എന്താ, എന്തിനാ നീ കരയുന്നത്? പറയേ, എന്താ നിനക്ക്? അഗ്രഹാരത്തിൽ ജനിച്ചു വളർന്ന ഒരു ബ്രാഹ്മണ പെൺകുട്ടിയാ ഞാൻ. മറ്റൊരു പുരുഷൻ കെട്ടിയ താലിയും കഴുത്തിലണിഞ്ഞ് ഞാനിങ്ങനെ. ഇത് പാവമല്ലേ? എന്തു പാവം? ഭർത്താവ് അറിയാവുന്നല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞാൽ അങ്ങ് വിശ്വസിക്കണം. പത്രത്തിൽ എന്നെ കുറിച്ച് എഴുതിയതൊക്കെ തെറ്റാണ്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേയില്ല. ആരോ മനഃപൂർവ്വം ഒരു പുരുഷന്റെ മുന്നിൽ ഞാൻ കീഴ്പ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായി അങ്ങയുടെ മുന്നിലാണ്. ഇനി മറ്റൊരാൾ എന്റെ ജീവിതത്തിൽ എനിക്കതിന് കഴിയില്ല. ഹർഷയാണോ ഉദ്ദേശിച്ചത്? അതിനെക്കുറിച്ച് മോള് വിഷമിക്കണ്ട, അവനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. എന്നാലും ഈ താലി കഴുത്തിലണിഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തിന് അവകാശമില്ലേ? ഇതാണ് തടസ്സമെങ്കിൽ ഇതിനി വേണ്ട. അവിവേകാണെങ്കിൽ പൊറുക്കണം.
താലി എന്റെ കഴുത്തിലൊന്ന് കെട്ടു. ഇനി ഈ താലിയിലെ സുരക്ഷിതത്വമാണ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ കെട്ടിയേക്കാം. കേരളത്തിലെ 3 കോടി ജനങ്ങളുടെ ഭാവി മുഖ്യമന്ത്രിയുടെ വിവാഹമാ ഈ മുറിക്കുള്ളിൽ നടന്നത്. അതുകൊണ്ട് നമുക്കിടയിൽ ഇത് രഹസ്യമായി തന്നെ ഇരുന്നാൽ മതി. കേട്ടോ മോളെ? എന്താ? മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് സുഖശയനത്തില. വീണ് കിട്ടിയൊരവസരം എനിക്കൂടി പങ്കുവയ്ക്കണമെന്നുണ്ടോ? വേറെയും മുറികൾ ഒഴിഞ്ഞിടപ്പുണ്ട് ഇവിടെ. എന്തു പറ്റി കുട്ടി നിനക്ക്? ഇങ്ങനെയൊക്കെ ആകേണ്ടതായിരുന്നോ നിന്റെ ജന്മം? വർഷങ്ങൾക്ക് ശേഷം നിന്നെ ആശുപത്രിയിൽ വെച്ച് കണ്ടപ്പോ നിന്റെ ഉയർച്ചയിൽ എനിക്ക് അഭിമാനം തോന്നിയതാ. മനസ്സ് നിറഞ്ഞ് നിന്നെ ഞാൻ അനുഗ്രഹിച്ചു. എന്നിട്ടിപ്പോ സഹിക്കാൻ കഴിയുന്നില്ല കുട്ടി. എവിടെയാ നിനക്ക് പിഴച്ചത്? പറയൂ. കൈവിട്ടുപോയ ജീവിതം മകൾക്ക് തിരിച്ചു കിട്ടിയതിൽ മനം നിറഞ്ഞു കഴിയുന്ന അച്ഛൻ ഈ ഒരു ദുരന്തത്തിന്റെ കൂടി കഥ എറിഞ്ഞ് തളർന്നു വീഴും മുൻപ് എല്ലാം എനിക്ക് അവസാനിപ്പിക്കണം. നിനക്കതിന് കഴിയൂ കുട്ടി? നിന്റെ ജീവൻ തന്നെ അപകടത്തിലാവും. എല്ലാം അറിയുന്ന എനിക്ക് പോലും നിന്നെ സഹായിക്കുന്നതിനൊരു പരിധിയുണ്ട്. രാഷ്ട്രീയക്കാരന്റെ കയ്യിലെ വെറും ചട്ടുകം മാത്രമാണ് പോലീസ്. നേതാവിന്റെ വ്യഭിചാരത്തിന് കാവൽ നിൽക്കാൻ നിയോഗിക്കപ്പെട്ടതുകൊണ്ട് നിന്നെ ഇങ്ങനെ കാണാനിടയായി. അല്പം ബാക്കിയുണ്ടായിരുന്ന മനസമാധാനം അതിന് നിന്റെ ഓർമ്മകൾ കൊണ്ടുപോകും. എന്നെ ഓർത്ത് സാർ വിഷമിക്കരുത്. ഇനിയുള്ള ജീവിതം എനിക്ക് അഭിനയമാണ്. കഴുത്തിലണിഞ്ഞിരിക്കുന്ന ഈ താലിയുടെ ബലത്തിൽ ഇതേ ബാബുജിയുടെ മനസ്സ് കീഴടക്കി ഞാൻ എന്റെ ലക്ഷ്യത്തിലെത്തും. കാൽ തെറ്റി വീഴുമ്പോൾ ഒന്ന് താങ്ങി നിർത്താൻ അങ്ങ് എന്നോടൊപ്പം ഉണ്ടാവണം. അദ്ദേഹത്തിന് തീരെ സുഖമില്ല. വല്ലാതെ പനിക്കുന്നുണ്ട്. വിളിച്ചിട്ട് മിണ്ടുന്നുമില്ല.
എന്ത്? അപ്പൊ സാറൊന്നും അറിഞ്ഞില്ലേ? ഇന്നലെ രാത്രി സാറിന് എന്തോ അസ്വസ്ഥതയുണ്ടായി. ധാരാളം വേർക്കുകയും പനിക്കുകയും ഒക്കെ ചെയ്തു. തട്ടി വിളിച്ചിട്ട് ഒരാനൊക്കെ ഉണ്ടായില്ല. ആ കുട്ടി വല്ലാതെ പരിഭ്രമിച്ചു പോയി. എനിക്കൊന്നും ഓർമ്മയില്ല. ആ കുട്ടി ഒരു ഡോക്ടറാണോ സാർ? മരുന്ന് സിറിഞ്ചും ഒക്കെ ആ കുട്ടി എഴുതി തന്നിട്ടാ വാങ്ങിക്കൊണ്ടുവന്നത്. ഒരു ഇഞ്ചക്ഷൻ ആ കുട്ടി തന്നപ്പോ സാറൊരു മയക്കത്തിലായി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ടോ സാർ? ആ, ഇത്തിരി ഹൈ ബി പി ഉണ്ട്. ഏതായാലും ആ കുട്ടി കൂടെ ഉണ്ടായത് ഭാഗ്യമായി. ആ സാർ, കൺട്രോൾ റൂമിൽ നിന്ന് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. പാർട്ടി പ്രസിഡന്റിന്റെ കേരള വിസിറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഹോം മിനിസ്റ്ററുമായിട്ടൊന്ന് ബന്ധപ്പെടണമെന്ന്. ആ, നമുക്ക് ഉടനെ പുറപ്പെടാം. സാർ, എണീറ്റോ? എന്റെ ജീവൻ രക്ഷിച്ചതിന് എന്താ ഞാൻ നിനക്ക് പകരം തരേണ്ടത്? അപ്പോഴത്തെ ആവശ്യത്തിൽ കെട്ടിയതാണെങ്കിലും ഞാൻ ഈ കെട്ടിയ താലി അർത്ഥപൂർണമാകുകയാണെന്ന് ഇപ്പൊ തോന്നുന്നു. നിന്നെ ഞാൻ ഡൽഹിയിലേക്ക് കൊണ്ടുപോട്ടെ. അതൊക്കെ പിന്നെ. നിയമത്തിന്റെ മുന്നിൽ ഞാൻ ഇപ്പോഴും ശ്രീഹർഷന്റെ ഭാര്യയാണ്. പിന്നെ മാമാജിയുടെ കൽപ്പനകൾ അനുസരിക്കേണ്ടവളും. അവരുടെയൊക്കെ ശത്രുത അങ്ങയുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സംസ്ഥാനത്ത് ഭരണത്തിലിരിക്കുന്ന നമ്മുടെ പാർട്ടിയെ യഥാർത്ഥത്തിൽ നയിക്കുന്നത് മാമാജിയാണെന്ന് പറഞ്ഞാൽ ശരിയാണോ? നീ എന്താ പത്രക്കാർ ചോദിക്കുന്ന പോലെ? എന്നാ കേട്ടോ, എന്റെ ശീതള ഛായയെ തഴച്ചു വളരുന്ന ഒരു ഇത്തിക്കണ്ണി, ഞാൻ പറിച്ചു കളഞ്ഞാൽ ഉണങ്ങിക്കരിഞ്ഞു പോകുന്ന ഒരു കാട്ടുവള്ളി, അത്രമാത്രം. പക്ഷേ അയാളെ പിണക്കാൻ പറ്റില്ല. ചാണക്യ സൂത്രത്തെ പോലും വെല്ലുന്ന കുടില തന്ത്രങ്ങളുടെ മുഖ്യ ശില്പിയാണകൾ. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിനക്ക് മനസ്സിലാവില്ല. ആര് പറഞ്ഞു? ഒന്ന് പറഞ്ഞു നോക്ക്. ആരാധനാലയങ്ങളുടെ കുംഭഗോപുരങ്ങൾ തകർന്നു വീഴുന്ന യുപിയുടെ മണം, മിഷണറിമാരെ ചുട്ടുകൊല്ലുന്ന ഒറീസയുടെ മണം. എന്താ, വല്ലതും മനസ്സിലായോ? അപ്പോ ഇതിലൊക്കെ നമ്മുടെ പാർട്ടിക്ക് പങ്കുണ്ടെന്ന്. ആഹാ, അപ്പോ ഏതാണ്ടൊക്കെ നിനക്കും അറിയാം. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി നരേന്ദ്രബാബുജിയുടെ ഭാര്യയ്ക്ക് രാഷ്ട്രീയം അറിയില്ലെന്ന് പറഞ്ഞ ആർക്കാ നാണക്കേട്? ശരിയാ, എന്നോടൊപ്പം ഭരണചക്രം തിരിക്കാൻ നിന്റെ കരങ്ങൾ കൂടി ഉണ്ടാവണം.